13 മുതൽ തുടങ്ങുന്ന ആയത്തുകളാണ് ഇതിന്റെ സമാഹാരം. ഒരു വിശദീകരണത്തിന് വകയില്ലാത്ത നിലയിൽ തന്നെ എല്ലാവർക്കും സുതരാം വ്യക്തമാകുന്ന ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശർക ലദുൽമുൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയും സുരക്ഷിതമാകുന്ന അവന്റെ ഗ്രന്ഥത്തിൽ ഒരു പിതാവിന്റെ ഉപദേശം നിർദ്ദേശമായിട്ട് അതിന്റെ ഓരോ അറിവുകൾക്കും കോടിക്കണക്കായ നന്മകൾ പ്രതിഫലം നൽകുന്നതിന് ആധികാരികമാകത്തക്ക നിലയിൽ ഖുർആനിൽ ആലേഖനം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കാനുള്ളത് എന്നുള്ള കാര്യം ബോധമുള്ള എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. ഇന്നത്തെ സാമൂഹികമായ ചുറ്റുപാടുമായി ഇതിനെന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സാമൂഹികമായ ചുറ്റുപാട് ആർക്കും ആരെയും അംഗീകരിക്കുവാനോ ആർക്കും ആരോടും എന്തെങ്കിലും കടപ്പാടുകൾ വെച്ചു കൊടുക്കുമ്പോൾ സമ്മതിച്ചു കൊടുക്കുവാനോ പിതാവിനെ അനുസരിക്കുവാൻ അംഗീകരിക്കുവാൻ മക്കൾ തയ്യാറാകാതിരിക്കുന്ന ചുറ്റുപാട്, മാതാവിനെ അനുസരിക്കുവാൻ മക്കൾ തയ്യാറാകാതിരിക്കുന്ന ചുറ്റുപാട്, അതേ പ്രകാരം സാമുദായിക സാംസ്കാരിക മേഖലകളിലുള്ളവരെ അവരുടെ ആരുടെയും മുമ്പിൽ ഒരു കീഴ്വഴക്കത്തിന്റെ നയം സ്വീകരിക്കാതെ എല്ലാവരും അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്നെ ഉപദേശിക്കാൻ ഞാൻ മതി, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ മതി, സ്വന്തമായി അവരവരുടെ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ആരുടെയും വിധേയത്വത്തിന് സ്വാധീനത്തിന് അല്ലെങ്കിൽ വഴങ്ങുന്നതിന് മനസ്സാക്ഷി കാണിക്കാതെ സ്വാർത്ഥമായ താല്പര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രം ജീവിതം കൊണ്ടുപോകുന്ന ഒരു ചുറ്റുപാടാണ്. ആ ചുറ്റുപാട് സംജാതമായപ്പോഴുണ്ടായ അപകടകരമായ അവസ്ഥയുടെ പ്രതിഫലനങ്ങൾ നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങൾ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത്, ലോകത്തെമ്പാടും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധമായ പരാജയത്തിന്റെയും അടിസ്ഥാന കാരണവും അത് തന്നെയാണ്. ആരെയും അംഗീകരിക്കാൻ ആർക്കും തയ്യാറില്ല. എല്ലാവരും തങ്ങളുടേതായ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പിതാവിന്റെ ഉപദേശം മകനോട് നൽകുന്ന ഉപദേശം എടുത്തുദ്ധരിക്കുക വഴിയായി ലോകത്ത് ഈ പറയുന്ന മാർഗമല്ലാതെ മറ്റൊരു മാർഗവും ലോകത്ത് സമാധാനവും ശാന്തിയും ഐക്യതയും ഉണ്ടാകാൻ മതിയാകയില്ല. ആയതിന്റെ പേരിൽ കീഴ്വഴക്കത്തോടുകൂടി വിനയത്തോടുകൂടി അനുസരണയോടുകൂടി അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെ അനുസരിക്കുക, അവർക്ക് വഴിപ്പെടുക. അതുപോലെ അവർ മനസ്സിലാക്കി തന്ന ആരെയെല്ലാം അനുസരിക്കാൻ വേണ്ടി അവർ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ടോ ആ നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ടവരായതിൽ ജീവിക്കലല്ലാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകയില്ല എന്നുള്ള കാര്യം ഉണർത്തിക്കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞതായ സന്ദർഭം നബിയെ തങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെയും വരുന്ന മുഴുവൻ പിതാക്കന്മാരോടുമുള്ള അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് പരിമിതമായതല്ല. ലോകത്ത് ജീവിക്കുന്ന ഓരോ പിതാക്കന്മാരും ഓരോ മക്കളും ഈ ഉപദേശത്തെ സ്വീകരിക്കേണ്ടവരാണ്. പിതാവ് മകനെ ഉപദേശിക്കുന്ന സാഹചര്യമാണ്. പിതാവ് തന്റെ മകനെ അടുത്തിരുത്തി വിളിച്ച് ഉപദേശിക്കുന്നു. ആ ഉപദേശത്തിന്റെ മാനദണ്ഡത്തിലാണ് പിതാവ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന കാര്യം ഖുർആൻ തന്നെ ഉദ്ധരിക്കുന്നു. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എല്ലയോ മകനെ, അരുമ മകനെ, കുഞ്ഞു മകനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരു മക്കളെ എങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സാഹചര്യവും അത് തന്നെയാണ്. സ്നേഹവാത്സല്യങ്ങളോടുകൂടി അല്ലാതെ ഇന്ന് ജനങ്ങളോട് അല്ലെങ്കിൽ മക്കളോട് സമൂഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല
ലോകത്തെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച നയമാണ് എന്ന കാര്യം ഉണർത്തുന്നു. ലാ തുശ്രികു ബില്ലാഹ്. ഒന്നാമത്തെ കാര്യം, ഈ ലോകത്ത് എല്ലാവിധമായ അരാജകത്വങ്ങളും എല്ലാവിധമായ അനീതികളും അക്രമങ്ങളും ഭീകരതകളും തീവ്രതകളും എന്ന് വേണ്ട എല്ലാവിധമായ കുതന്ത്രങ്ങളും ഈ ലോകത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെല്ലാവരും സ്വീകരിക്കേണ്ട ഒന്നാമത്തെ നയമാണ് ലാ തുശ്രികു ബില്ലാഹ്. മകനെ, നീ അല്ലാഹുവിനോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കുന്നവനാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു പാവമാണ്, അല്ലെങ്കിൽ ഒരേ ഒരു പ്രവൃത്തിയാണ് അല്ലാഹുവിനോട് സമന്മാരെ കാണുക, അല്ലാഹുവിനോട് പങ്കു ചേർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപദേശത്തിന്റെ നിർദ്ദേശമായി പറയുന്നത് ലാ തുശ്രികു ബില്ലാഹ്. നീ അല്ലാഹുവിനോട് പങ്കു ചേർക്കരുത്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുക എന്ന് പറയുന്നത് അതിന്റെ മാനദണ്ഡം എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം. അല്ലാഹുവിനോട് പങ്കു ചേർക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ അക്രമം. അതിനേക്കാൾ വലിയ ഒരു അക്രമം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു പാപം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ക്രൂരത ലോകത്ത് ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം. തീർച്ചയായും ഗുരുതരമായ, ഗൗരവമേറിയ, വളരെ വ്യാപ്തിയുള്ള, വളരെ ആഴമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയ അക്രമവും അനീതിയുമാണ് അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ ചോദ്യം ചെയ്യാൻ. ഇന്നത്തെ പിതൃ നമസ്കാരത്തിന്റെ അവസാന റക്അത്തിൽ ഓതിയ 3 അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ ഉറപ്പിക്കുന്നതാണ്. ആയതിന്റെ പേരിൽ നമ്മുടെ എല്ലാവരുടെയും മക്കളോട് നാം വിചാരിക്കുന്നു, ഇത് നമ്മുടെ മക്കൾ മുസ്ലിമീങ്ങളാണ്, അവരോട് ഈ പറയുന്ന ഉപദേശത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? തീർച്ചയായും ഒരു പ്രവാചകൻ തന്റെ മകനോട് ഈ ഉപദേശം നൽകുന്നുവെന്ന് പറയുമ്പോൾ പ്രവാചകന്റെ മകൻ എത്രമാത്രം ഉയർന്ന സ്ഥാനമുള്ളവരാണ്. പക്ഷെ ആ മകനോടും കരുണയോടുകൂടി, സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി അരിമ മകനെ എന്ന് വിളിച്ചുകൊണ്ട് ലാ തുശ്രികു ബില്ലാഹ്, നീ നിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. ആ പാപകർമ്മം ലോകത്ത് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ക്രൂരതയാണ്, അക്രമമാണ്, ഇരുളാണ്, അനീതിയാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക വളരെ വലിയ ഗുരുതരമായ അക്രമമാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. വവസ്സൈനൽ ഇൻസാന. എന്നിട്ട് പൊതുവായ ഒരു കാര്യത്തിലേക്ക് മുഴുവൻ ആൾക്കാരുടെയും ശ്രദ്ധ തിരിക്കുകയാണ്. നാം മനുഷ്യനോട് നിർദ്ദേശിച്ചു, നാം മനുഷ്യനോട് നിർബന്ധമായും വസിയത്ത് ചെയ്തു. വവസ്സൈനൽ ഇൻസാൻ. ഇവിടെ മുസ്ലിമിനോടെന്നോ മകനെന്നോ അല്ലെങ്കിൽ സംബോധന ചെയ്യാതെ മനുഷ്യകുലത്തെ മുഴുവനും സംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത് വവസ്സൈനൽ ഇൻസാൻ. തീർച്ചയായും നാം മനുഷ്യരോട് വസിയത്ത് ചെയ്തു ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച്. മാതാപിതാക്കളോടുള്ള കടമ, മാതാപിതാക്കളോടുള്ള ബന്ധം, അവരെ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത, അവരെ ഒരു പിതൃത്വത്തിൻ്റെതായ ബഹുമാനം നൽകൽ, മാതൃത്വത്തിൻ്റെതായ കരുണ നൽകൽ, ഇതെല്ലാം മനുഷ്യന്റെ മേൽ ബാധ്യതയാണ്. ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ. എന്തിനാണ് ഇങ്ങനെ ഉമ്മയോട്, പിതാവിനോട് കരുണയോടുകൂടി ബഹുമാനത്തോടുകൂടി പെരുമാറണമെന്ന് പറഞ്ഞത്? തന്റെ മാതാവ് തന്നെ ഗർഭം ധരിച്ചത് ക്ലേശങ്ങളുടെ മേൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ്. 2 നീണ്ട വർഷക്കാലഘട്ടം ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ പരിപാലിക്കുന്നതിൽ, മുല കൊടുത്ത് പരിപാലിക്കുന്നതിൽ 2 വർഷക്കാലഘട്ടം കൊണ്ട് ആ മകനെ, മകളുടേതായ മുലകുടി ബന്ധത്തെ പൂർത്തീകരിക്കുന്നു, മുലകുടിയെ പൂർത്തീകരിക്കുന്നു. അനിഷ്കുറുനി, അതുകൊണ്ട് നീ എനിക്ക് നന്ദി രേഖപ്പെടുത്തണം. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കന്മാർക്കും നീ നന്ദി രേഖപ്പെടുത്തുന്നവനായിരിക്കണം. ഇലയ്യൽ മസീർ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളുടെ പര്യവസാനം
എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. നിങ്ങൾക്ക് ജന്മം നൽകിയത്, നിങ്ങൾക്ക് ജീവിതം നൽകിയത് ഞാനാണ്. എന്നിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നതായ സന്ദർഭത്തിൽ തീർച്ചയായും അല്ലാഹുവിന്റെ ഈ നിർദ്ദേശങ്ങളെ നിങ്ങൾ നിറവേറ്റിയവരാണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി ചോദ്യമുണ്ടാകും. അങ്ങനെയുള്ള ഒരു സമക്ഷത്തിലേക്കാണ് നിങ്ങളുടെ മടക്കം. على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون وإن جاهداك على أن تشرك بي ما ليس لك به علم നിനക്കറിവില്ലാത്ത ഒരു വസ്തുവിനെ സംബന്ധിച്ച് അല്ലാഹുവിനോട് പങ്കു ചേർക്കണം എന്ന് നിന്റെ മാതാവോ പിതാവോ നിന്നോട് നിർബന്ധിച്ചാലും അല്ലാഹുവിന് പങ്കു ചേർക്കണമെന്ന വിഷയത്തിൽ അവർ നിങ്ങളെ നിർബന്ധിച്ചാൽ ആ വിഷയത്തിൽ നിങ്ങൾ അവർക്ക് വഴിപ്പെടരുത്, അനുസരിക്കരുത്. അതിനെ അനുസരിക്കാനുള്ളതായ ദൗത്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടില്ല. അങ്ങനെ അല്ലാഹുവിനോട് പങ്കുചേർക്കുക എന്ന് പറയുന്ന വലിയ ഒരു ക്രൂരതയും അക്രമവും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കളങ്കപ്പെടുത്തണമെന്ന് മാതാവോ പിതാവോ ഉപദേശിച്ചാലും അവർക്ക് വഴിപ്പെടരുത് എന്ന് പറയുന്നതിനോട് കൂടി തന്നെ അടുത്ത മാനദണ്ഡം പറയുന്നു, ഭൗതികമായ ജീവിതത്തിൽ ദുനിയാവിന്റെ ചുറ്റുപാടുകളിൽ അവരോട് മര്യാദയോടുകൂടിയല്ലാതെ, മാന്യതയോടുകൂടിയല്ലാതെ, വിനയത്തോടുകൂടിയല്ലാതെ നിങ്ങൾ പെരുമാറരുത്. ഇത്രയും വലിയ ഒരു അക്രമം നിങ്ങളോട് മേൽ അവർ അടിച്ചേൽപ്പിച്ചാലും ദുനിയാവിന്റെ മേഖലകളിൽ അവരോട് മാന്യമായി നിങ്ങൾ പെരുമാറണം. എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവന്റെ മാർഗത്തെ നീ പിൻപറ്റുന്നവനാകണം. എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. നിങ്ങൾ പ്രവർത്തിച്ചതായ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഞാൻ ഉണർത്തുകയും ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശത്തിലേക്ക് മടങ്ങുന്നു. യാ ബുനയ്യ ഇന്നമാ ഇത്തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, ഓ മകനെ, ഇത്തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, കടുകുമണിയോടോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു പ്രവൃത്തിയാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിലും ആ പ്രവർത്തനം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും പാറയുടെ, ഇരുണ്ട പാറയുടെ ഉള്ളിൽ വെച്ച് നീ ആ കർമ്മം ചെയ്തു. ഔഫിസമാവാത്തി, അല്ലെങ്കിൽ മനുഷ്യ സഹജമല്ലാത്ത വാനലോകത്ത് വെച്ച് നീ ആ കാര്യം ചെയ്തു. ഔഫിൽ അർദി, അല്ലെങ്കിൽ ഭൂമിയിൽ വെച്ച് നീ അതിനെ ചെയ്തു. എവിടെ വെച്ച് ചെയ്താലും, എങ്ങനെ പ്രവർത്തിച്ചാലും, എത്ര ഗോപ്യമാക്കിയാലും തീർച്ചയായും അല്ലാഹു ആ കർമ്മത്തെ നാളെ ഹാജരാക്കുന്നതാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കർമ്മങ്ങളെ ഹാജരാക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തനാണ്, കഴിവുള്ളവനാണ്. ആ കാര്യങ്ങളെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടാൻ നാം തന്നെ മതി, അല്ലാഹു തന്നെ മതി എന്ന് ഖുർആനിന്റെ മറുഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്. എങ്കിൽ ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സൂക്ഷ്മജ്ഞാനിയാണ്, അഗാധജ്ഞനുമാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ ഉർഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അദ്മിൽ ഉമൂർ. ഞാൻ വിശദീകരിക്കുന്നില്ല, ആയത്തിന്റെ ഉപദേശങ്ങൾ മാത്രം പറയുകയാണ്. സന്ദർഭോചിതമായി ഈ ആയത്തിന്റെ പശ്ചാത്തലമാണ് നിങ്ങളോട് ഈ വിശദീകരണം നൽകാൻ എന്നെ പ്രേരിപ്പിച്ചത്. യാ ബുനയ്യ, ഓ മകനെ, അഖിമിസ് സ്വലാത്ത, നീ നമസ്കാരത്തെ നിലനിർത്തുന്നവരാകണം. വഅ്മുർ ബിൽ മഅറൂഫ്, നീ ലോക ജനതയോട്, മനുഷ്യരോട് സദാചാരങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നവനാകണം. നീചമായതിനെയും നികൃഷ്ടമായതിനെയും നിന്ദ്യമായതിനെയും നിരോധിക്കുന്നവനാകണം.
വസ്ബിർ അലാ മാ അസാബക. ഈ ഭാഗത്തുണ്ടാകുന്ന മുഴുവൻ പ്രതികരണങ്ങളെയും ക്ഷമിക്കാനുള്ള മനോധൈര്യം നമ്മൾ കാണിക്കണം. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചുറ്റുപാടിലേക്ക് കണ്ണോടിക്കും, നമ്മുടെ സാമൂഹികമായ അവസ്ഥയിലേക്ക് കണ്ണോടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിതാവ് പറയുന്നു, ഞാൻ എങ്ങനെ മകനോട് പറയും, ഞാൻ എങ്ങനെ മകനോട് പറയും. ഉമ്മ പറയുന്നു, ഞാൻ എങ്ങനെ മകളോട് പറയും. അവൾ എന്ത് തീരുമാനിക്കുമെന്ന് എനിക്കെന്ത് നിർഭയത്വമാണുള്ളത്. നന്മ കാണുമ്പോ ആ നന്മയെ പ്രേരിപ്പിക്കുവാൻ, തിന്മ കാണുമ്പോ അരുത് എന്ന് പറയാൻ ഒരു നാവ് ഉയർത്താനുള്ള മനോധൈര്യം എന്റെ ഉമ്മമാർക്കുണ്ടോ, എന്റെ പിതാക്കന്മാർക്കുണ്ടോ, സാമുദായിക നേതാക്കന്മാർക്കുണ്ടോ, സാംസ്കാരിക നേതാക്കന്മാർക്കുണ്ടോ, ആർക്കുണ്ട്? നീതി പീഠത്തിനുണ്ടോ? എല്ലാവിധമായ ജഡ്ജ്മെന്റുകളുടെ കസേരകളും വിറങ്ങടിച്ചു നിൽക്കുന്ന ഉമ്മയും ഉപ്പയും അമ്മയും അച്ഛനും മക്കളെ കണ്ട് പേടിച്ചു നിൽക്കുന്ന, അരണ്ടു നിൽക്കുന്ന, അവരുടെ ചെയ്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും ആപരാധി പറഞ്ഞു പോയാൽ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ചിൽഡ്രൻസ് കയ്യിലോ വിളിച്ചു പറഞ്ഞിട്ട് മാതാവിനെയും പിതാവിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ആ മാതാവിന്റെയും പിതാവിന്റെയും നേർക്ക് വാളോങ്ങുന്ന, ചുറ്റിക കൊണ്ട് തടക്കടിച്ചു കൊള്ളുന്ന, അതേ പ്രകാരം മറ്റേതെങ്കിലും വസ്തുക്കളുടെ അഡിഷനായിട്ട്, അടിമത്തമായിട്ട്, അതിന് വിധേയമായിട്ട് മയക്കുമരുന്നിന്റെയും അതേ പ്രകാരമുള്ള വസ്തുക്കളുടെയും അടിമകളായിട്ട് ഉമ്മയെന്നറിയാതെ, അമ്മയെന്നറിയാതെ, അച്ഛനാരെന്നറിയാതെ, പിതാവാണെന്നറിയാതെ, ജ്യേഷ്ഠനാരെന്നറിയാതെ, സ്വന്തം സഹോദരിയെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു മാനസികമായ ചുറ്റുപാട് ഒന്ന് വിലയിരുത്തി എന്റെ വാക്കുകൾ നിങ്ങൾ പരിഗണിക്കേണ്ട. പരിശുദ്ധമായ ഖുർആനിൽ ഒരു പിതാവ് ഒരു മകനെ വിളിച്ചിട്ട് അരുമയോടുകൂടി ഉപദേശിക്കുന്ന ഉപദേശത്തിന് ഞാൻ എന്ത് മാനദണ്ഡം കൽപ്പിക്കുന്നു? ഇന്നത്തെ സാമൂഹികമായ ചുറ്റുപാടുമായിട്ട് ഇതിനുള്ള ബന്ധം എന്താണ്? ഞാൻ രാവിലെ നടന്ന പരിശുദ്ധമായ റമദാനുമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി നടന്ന നസീഹത്തിൽ ഇതിന്റെ ആമുഖമായ ചില ആയത്തുകൾ പറഞ്ഞു കൊടുത്തിരുന്നു, ആലോചിച്ചിരുന്നു. ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. എങ്കിലും ആ സമയം പരിമിതമാകാതെ ഇതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് ആ വാക്കുകൾ പ്രിയ പിതാക്കന്മാരോട്, അനുജന്മാരോട്, ജ്യേഷ്ഠ സഹോദരന്മാരോട്, സാമുദായിക സാംസ്കാരിക മേഖലകളിലുള്ളവരോട്, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരോട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആർക്കുണ്ട് അരുത് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആരെങ്കിലും ഒരു സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നോ? അരുത് എന്ന് പറയാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. യാ ബുനയ്യ, യാ ബുനയ്യ, എന്റെ അരുമ മകനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ വിളിച്ചുകൊണ്ട് മകനെ നൽകുന്ന ഉപദേശം എന്തിനേയും ഖുർആനിൽ അവതരിപ്പിച്ചു. ഖിയാമത്ത് നാളുകളിൽ വരുന്ന ജനസമൂഹത്തിന്റെ സാംസ്കാരിക ബോധത്തിന് ഏറ്റവും ഉയർന്ന നിർദ്ദേശങ്ങളാണ് പരിശുദ്ധമായ ഖുർആൻ നൽകുന്നതെങ്കിൽ പ്രിയ പിതാക്കന്മാരോട്, സാംസ്കാരിക നേതാക്കന്മാരോട്, സാമുദായിക നേതാക്കന്മാരോട് വിനയാന്വിതനായി പറഞ്ഞു പോവുകയാണ്. ഇന്ന് സമൂഹത്തിൽ നടമാടുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും ദൗത്യം ഏറ്റെടുക്കല്ലാതെ വേറെ യാതൊരു പരിഹാര മാർഗവും ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നത് അടിവരയിട്ടോടി, വരച്ചോടി, മാർക്ക് ചെയ്തോടി, ആലോചിച്ചോടി, ചിന്തിച്ചോടി. ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ലോകത്തിന്റെ എല്ലാ നീതി പീഠങ്ങളും മയക്കുമരുന്നിലും അതേ പ്രകാരം തന്നെ സംസ്കാരങ്ങൾക്കും അനീതികൾക്കും അക്രമങ്ങൾക്കും കൊള്ളയ്ക്കും കൊലയ്ക്കും എതിരെ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് നിയമസഭ നിയമം പാസാക്കുന്നു, ലോകസഭ നിയമം പാസാക്കുന്നു. രാജ്യത്തിന്റെ ഇങ്ങേയറ്റത്തെ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി വാർഡ് മുതൽ തുടങ്ങി ലോകരാജ്യത്തിന്റെ സഭകൾ വരെയും തീരുമാനിക്കുകയാണ് മക്കളെ സംരക്ഷിക്കാൻ അടിമത്വത്തിൽ നിന്നും, അഡിഷനുകളിൽ നിന്നും, പ്രേമനൈരാശ്യത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ ഊരിയെടുക്കാൻ, മാറ്റിയെടുക്കാൻ, സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നയങ്ങൾ സ്വീകരിക്കുന്നു. ഈ നയം ആർക്കും ഒരു നിലയിലും പ്രയോജനം ചെയ്യുകയില്ല, ആർക്കും ഒരു നിലയിലും ഒരർത്ഥത്തിൽ പ്രയോജനം ചെയ്യുകയില്ല. പ്രയോജനം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആരെങ്കിലും ഈ രംഗത്ത് വരുന്നതെങ്കിൽ ആ രംഗപ്രവേശനത്തിനുള്ള നിർദ്ദേശമാണ്. അരുമ മകനെ പിതാവ് വിളിക്കണം, കുഞ്ഞു മകളെ ഉമ്മ വിളിക്കണം, ഉമ്മയുടെ മടിത്തട്ടിൽ ലാടി ചേർത്തണം, തന്റെ പിതാവിന്റെ സംരക്ഷണയിൽ ആ മകനെ ലാടി ചേർത്തണം. എന്നിട്ട് മകനെ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം,
നീതിയും അല്ലാഹുവിനോട് നീ ഒന്നിനെയും പങ്കുചേർക്കരുത്. അത് അനീതിയാണ്, അക്രമമാണ്. നിന്റെ മാതാവെന്നറിയാൻ നീ മനസാക്ഷി കാണിക്കണം. നിന്റെ പിതാവാണെന്നറിയാൻ നീ മനസാക്ഷി കാണിക്കണം. നിന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാൻ മനസാക്ഷി കാണിക്കണം. സാമൂഹ്യമായ ചുറ്റുപാടുകളിൽ, സാംസ്കാരിക ചുറ്റുപാടുകളിൽ മനുഷ്യ ജീവിതത്തിന്റെ മാന്യതയും അതിന്റെ ബഹുമാനവും മാനുഷിക മൂല്യങ്ങളും സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഒരു പിതാവ് മകനോട് നൽകുന്ന ഉപദേശത്തെ പോലെ, ഒരു ഉമ്മ മകളോട് നൽകുന്ന ഉപദേശത്തെ പോലെ ആർക്കും ഒരു നിലയിലുള്ളതായ പ്രതിഫലം ഉളവാക്കാൻ സാധ്യമാകില്ല. അതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നത്തിന് പരിഹാരം ഒരു സമൂഹ മാതൃകയിലായിരിക്കുന്നു. നമ്മുടെ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ തന്നെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് മദ്രസയിൽ നടന്ന എല്ലാ പരിപാടികളിലും ഓരോ സ്ഥലത്തും ഓടി നടന്ന മയക്കുമരുന്നിനെതിരെ, അതേപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ, പ്രേമനൈരാശ്യത്തിനെതിരെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, മദ്രസ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഒരുപോലെ ഉസ്താദന്മാരും മൗലാനാക്കളും ഉലമാക്കളും എല്ലാം ചേർന്ന ഈ ജമാഅത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ പറയുന്ന സന്ദേശം എത്തിച്ചവരാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിനൊരളവ് വരെയും പ്രയോജനമുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാമെങ്കിലും നമ്മളുടെ പള്ളിയുടെ ഓരത്ത്, നമ്മളുടെ വീടുകളുടെ ചുറ്റുഭാഗത്തിൽ, നാം താമസിക്കുന്ന ഈ നമ്മുടെ ഹൈവേയുടെ പ്രാന്തപ്രദേശങ്ങളുടെ വഴിയോരങ്ങളിൽ ഇന്നും അതിന്റെ അടിമത്വത്തിലാണ്, അതിന്റെ വിധേയത്വത്തിലാണ്. വളരെ അനീതികരമായ, അക്രമകരമായ, വളരെ കാർന്നു തിന്നുന്ന നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമുദായങ്ങളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ പറയുന്ന ദുർഭൂതങ്ങളുടെ അടിമകളായിട്ടാണ് എന്റെയും നിങ്ങളുടെയും മക്കൾ ജീവിക്കുന്നത്, എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കണം. എന്റെ മകനോട്, എന്റെ മകളോട്, എന്റെ കുടുംബാദികളോട്, എന്റെ താഴെയുള്ളവരോട് സ്നേഹവാത്സല്യത്തോടു കൂടി അരുത് എന്ന് പറയാൻ നീചമായ കാലത്തെ പരിപൂർണമായും നമ്മൾ ആർജവത്തോടു കൂടി അതിനെ തടയാൻ തയ്യാറായില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും വരാനിരിക്കുന്ന സമൂഹത്തിന്റെ അപകടകരമായ മേഖല നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും സോഷ്യൽ മീഡിയകളിലൂടെയും അതേപ്രകാരമുള്ള മാധ്യമങ്ങളിലൂടെയും കണ്ടു വായിച്ച് രാജ്യം നടുങ്ങി, കേരളം നടുങ്ങി, പ്രദേശം കണ്ണുനീരണിഞ്ഞു. ഇതൊക്കെയുള്ള വാർത്തകൾ വായിച്ചിട്ടായില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നമ്മൾ ഓരോരുത്തരും നിർദ്ദേശം കൊടുക്കേണ്ട ഭാഗത്തെ സമയത്ത് സന്ദർഭത്തിൽ കണ്ണടച്ചു. കുഞ്ഞല്ലേ, വളരുമ്പോൾ മാറും. ചെറുതല്ലേ, വലുതാകുമ്പോൾ മാറും. ഈ നിലയിൽ കൂടിയിട്ട് നമ്മളെല്ലാ നിലയിലുള്ള അവകാശങ്ങളും നമ്മളെല്ലാം കണ്ണടച്ചു. അവരുടെ ജീവിതത്തിന്റെ സ്വതന്ത്രമായ മേഖലയിലേക്ക് അവരെ വിട്ടു. തീർച്ചയായും ഇത് നമ്മളെ അപകടത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനിയുള്ള സമൂഹത്തെ എങ്കിലും നാം ഓരോരുത്തരും സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ നിർദ്ദേശപ്രകാരം 7 വയസ്സ് മുതൽ തന്നെ ഓരോ മകനെയും ഓരോ മകളെയും നിരീക്ഷിക്കാൻ മാതാപിതാക്കളുടെ, കാര്യകർത്താക്കളുടെ, സാംസ്കാരിക നേതാക്കന്മാരുടെ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ്. അവിടെ നിന്നും ആരംഭിക്കാതെ എല്ലാം പൂർണ്ണമായതിനു ശേഷം, വളർന്നു വലുതായതിനു ശേഷം, ഡിഗ്രി എടുത്തതിനു ശേഷം, വിവാഹം കഴിച്ച മക്കളായതിനു ശേഷം അവരെ ഉപദേശിക്കാൻ ചെന്നാൽ ആ ഉപദേശത്തിന്റെ പ്രത്യാഘാതമാണ് ചുറ്റിക കൊണ്ട് ഉമ്മയെ, ഉപ്പയെ, വലിപ്പയെ, തന്റെ സഹോദരനെ അടിച്ചു തകർത്തു. ഒരു വീടിന്റെ, ഒരു നാടിന്റെ മുഖം അകത്തള മുഴുവൻ രക്തത്തളമായിട്ട് പോലും ആ കുഞ്ഞിന് അതിന് ബോധമുണ്ടാകുന്നില്ല. മനുഷ്യനാണ്, എന്തെങ്കിലും വസ്തുക്കളുടെ അടിമയാണ്. പ്രിയ പിതാക്കന്മാരോട്, സഹോദരന്മാരോട് ഈ വാക്ക് പറയുന്നത് പരിശുദ്ധ റമദാനിന്റെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ജുമുഅയുടെ രാത്രിയിലാണ്. ഉറക്കമണിഞ്ഞിരിക്കുന്നവരാണ് സമുദായത്തിന്റെ നേതാക്കന്മാർ, സാമൂഹ്യ മേഖലയിലുള്ളവർ, ഉലമാക്കൾ, സാധാരണക്കാർ, പിതാക്കന്മാർ, ജ്യേഷ്ഠ സഹോദരന്മാർ എല്ലാവരും ഒന്നിച്ച് ഒരുപോലെ അല്ലാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട്, ഒരു സമുദായത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഒരു സമൂഹത്തിൻ്റെതായ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൈകോർത്തില്ല എങ്കിൽ വരാനിരിക്കുന്ന ആപത്ത് വളരെ അപകടകാരിമാരിയതാണ്, വളരെ ആപത്തേറിയതാണ്. നിങ്ങൾക്കറിയുമോ, നിങ്ങൾ ഇന്ന് സ്വന്തം പെങ്ങളെ വ്യതിചരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരാതി പറയുന്നു. 9 വയസ്സുകാരനായ ആങ്ങള സ്വന്തം സഹോദരൻ 6 വയസ്സുള്ള തന്റെ പെങ്ങളെ തന്റെ വികാരത്തിന് പൂർത്തീകരിക്കുമ്പോ
നിമിതങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും പെങ്ങളെയല്ല മറിച്ച് സ്വന്തം മാതാവിനെ തന്നെ വ്യഭിചാരത്തിന് വിധേയമാക്കുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ വരയിട്ടിനുള്ളിൽ ആണയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അന്നേരം ഭാവിച്ചിട്ട് കാര്യമില്ല, വിലപിച്ചിട്ട് കാര്യമില്ല, പരിഹസിച്ചിട്ട് കാര്യമില്ല, കുത്തുവാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളുടെ ഉപദേശങ്ങളെ നാം കാറ്റിൽ പറപ്പിച്ചിട്ട് എന്തെങ്കിലും ആപത്തുകളും എന്തെങ്കിലും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോ കൈവിട്ടതിന്റെ പേരിലോ ബോധരഹിതയായതിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകളായ സ്വന്തം ജീവിതത്തെ തന്നെ നശിപ്പിക്കാൻ ആത്മഹത്യക്ക് വിധേയമായതിന്റെ പേരിലോ പരിഹാരമാകില്ല. പരിഹാരം, പ്രശ്നത്തിന് പരിഹാരം ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാ മക്കളും എല്ലാ സന്താനങ്ങളും തീർച്ചയായും സത്യത്തിന്റെ, നീതിയുടെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ വഴിയെ സ്വീകരിക്കാനുള്ള മനോവിശാലത കൂടിയാണ് ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം നൽകുന്നത്. അക്രമിയായിട്ടല്ല, അനീതി കാണിക്കുന്നവനായിട്ടല്ല, സംസ്കാരശൂന്യനായിട്ടല്ല. എല്ലാ മനുഷ്യരും ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളുടെയും ജനനം സത്യത്തെ ഉൾക്കൊള്ളാൻ, സമാധാനത്തെ ഉൾക്കൊള്ളുവാൻ, സംസ്കാരത്തെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലാണ്. ആ മാനസികാവസ്ഥയിൽ നിന്നും അവരെ വ്യതിചലിപ്പിക്കുന്നത് ആരാണ്? അവന്റെ മാതാവോ അവന്റെ പിതാവോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുവാനാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം, ആലോചിക്കണം, ചിന്തിക്കണം, തീരുമാനിക്കണം. നമ്മളുടെ വളർന്നു വരുന്ന സമൂഹത്തെ എങ്കിലും ഈ പറയുന്ന വലിയ മാരകമായ ക്യാൻസറിൽ നിന്നും രക്ഷപ്പെടുത്താവുന്ന ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും, കുടുംബങ്ങൾ, അഗോത്രങ്ങൾ, നാടുകൾ, ജമാഅത്തുകൾ, ഭരണ സംവിധാനങ്ങൾ എല്ലാവരും ഒരുപോലെ ഒത്തുചേർന്നിരുന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നാം നിങ്ങൾ പാടുപെടേണ്ടതിന്റെ ആവശ്യകത പരിശുദ്ധ ഖുർആൻ ഇന്നും നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ആ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഉണർത്താൻ വേണ്ടി മാത്രമാണ്. നീചമായതിനെ തടയാൻ, അരുത് എന്ന് പറയാൻ മനോധൈര്യം കാണിക്കണം ഒരു പിതാവ്, ഒരു മാതാവ്, ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഒരു സമുദായത്തിന്റെ നേതാവ്, ഒരു സാംസ്കാരിക വക്താക്കൾ. ഇന്ന് കണ്ടില്ലേ, ലോകത്തെ എല്ലാ മേഖലകളും എല്ലാ അവസ്ഥകളും വളരെ മലീമസമാണ്. നമ്മൾ ലോകം നടക്കുന്ന സാംസ്കാരിക മേഖലകളിൽ താമസിക്കുന്ന പല ആൾക്കാരും അവരുടെ കേസുകൾ വിധിക്കപ്പെട്ടപ്പോ, അവരെ അപമാനിക്കപ്പെട്ടപ്പോ, ഇതെല്ലാ മേഖലയിലും നടക്കുന്ന കാര്യമാണ്. ആരും അറിയുന്നില്ല എന്ന് മാത്രമെന്ന് അവർ തന്നെ പ്രവചിച്ചത് നിങ്ങൾ ഓരോരുത്തരും മീഡിയകളിൽ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത് സമൂഹത്തിന്റെ, ലോകത്തിന്റെ, രാജ്യത്തിന്റെ അരാജകത്വത്തിനും അസമത്വത്തിനും അക്രമാസക്തമായ ജീവിതം ലോകത്തുണ്ടാകുന്നതിന് മാത്രമേ മതിയാകുള്ളൂ. അതിൽ നിന്നും ഈ സമൂഹത്തിനെ കൈക്ക് പിടിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ, അരുതാത്തത് കാണുമ്പോൾ അരുത് എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചില്ല എങ്കിൽ, നീചമായതിനെ തൊട്ടും മകനെ നീ വിട്ടു നിൽക്കണം. ഇതൊരു വളരെ പ്രയാസമേറിയ മേഖലയാണ്. ഈ പറയുന്ന സത്യം കൊണ്ടും സംസ്കാരം കൊണ്ടും നീതി കൊണ്ടും ലോകത്തെ കൽപ്പിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ, ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ. നീ ആരാണ് എന്നെ ഉപദേശിക്കാൻ? എവിടുന്ന് വന്നു നീ? ഇപ്പോ നീ നിന്റെ പാട്ടിന് പാടാ, ഞങ്ങൾ ഞങ്ങളുടെ സ്വതന്ത്രമായി ജീവിക്കും എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയല്ല ലോകത്ത് കാണുന്നത്. വിലയിരുത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ വാക്കുകളിൽ കുറച്ച് ഗൗരവമായിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. അന്ന് ആലോചിക്കും, മനസ്സിലെത്തി, മാറിൽ കൈവയ്ക്കും. സാമൂഹിക ചുറ്റുപാടുകൾ എങ്ങനെ പോകുന്നു? സമുദായിക ചുറ്റുപാടുകൾ എങ്ങനെ പോകുന്നു? മനുഷ്യത്വം മറിഞ്ഞു പോയിട്ട് മൃഗീയതയേക്കാൾ എന്നല്ല പാറക്കല്ലുകൾക്ക് കുലുക്കമുണ്ടാകുമെങ്കിൽ ആ കുലുക്കമുണ്ടാകുന്നതിന് സ്ഥാനത്ത് മനുഷ്യ മനസ്സുകൾക്ക് വ്യതിയാനമുണ്ടാകാത്ത ക്രൂരന്മാരുടെ, നീചന്മാരുടെ, നികൃഷ്ടന്മാരുടെ മനോമുഖരവുമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലല്ലേ ഞാൻ നിങ്ങൾ ജീവിച്ചു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെതിരെ പ്രതികരിക്കാൻ, ഇതിനെതിരെ സംസ്കരിക്കാൻ ഞാനും നിങ്ങളുമല്ലാതെ, ഈമാനിന്റെ അഹലുകാരല്ലാതെ, സംസ്കാര നേതാക്കന്മാരല്ലാതെ ആരുണ്ടാകും? ഒരു പിതാവ് തന്റെ മകനോട് പറയുകയാണ്, അരുതാത്തത് കാണുമ്പോ അരുത് എന്ന് പറയാൻ നീ മനസ്സാക്ഷി കാണിക്കണം. ആ വിഷയത്തിലുണ്ടാകുന്ന എല്ലാ പരീക്ഷണങ്ങളെയും ക്ഷമയോടുകൂടി സഹിക്കണം. പിതാവ് മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ
ഈ പറഞ്ഞ കാര്യം അഥവാ അരുതാത്തതിനെ അരുതെന്ന് പറയുവാനും നന്മയെ പ്രേരിപ്പിക്കുവാനുള്ള മനോധൈര്യം അത് വളരെ മാനസികമായ ഉറപ്പോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവൻ ചെയ്യട്ടെ, അവന്റെ മകനല്ലേ, അവൾ ചെയ്യട്ടെ, അവളുടെ മകനല്ലേ, സമുദായത്തിന് എന്താ ഇതിൽ കാര്യം, നാതൃത്വത്തിന് എന്താ കാര്യം, ആര് നന്നായാൽ ആര് മോശക്കാരായാൽ നമുക്കെവിടെ പോകാനാണ്? അല്ലാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക മനുഷ്യരുടെ മനസാക്ഷിയെ ബുദ്ധിക്കൊണ്ട് അല്ലാഹു പറഞ്ഞിരുന്ന നിർദ്ദേശങ്ങളാണ്, ഉപദേശങ്ങൾ. അല്ലാഹുവിന്റെ ഉപദേശ നിർദ്ദേശങ്ങളെ അതേ മാനദണ്ഡത്തിൽ സ്വീകരിക്കാൻ ഞാൻ നിങ്ങളുടെ മനസാക്ഷി കാണിച്ചില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ഉമ്മയോട്, സ്വന്തം അമ്മയോട്, സ്വന്തം ജ്യേഷ്ഠത്തിയോട്, സ്വന്തം കുടുംബാംഗങ്ങളോട്, മാതൃ സഹോദരങ്ങളോട് മോശമായിട്ടുള്ള പെരുമാറ്റത്തിന്റെയും അവരിലൂടെ വികാരപൂർത്തീകരണത്തിന്റെയും കാടത്തത്തിന്റെയും നീചത്വത്തിന്റെയും മേഖലകളിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിരാമങ്ങൾക്ക് യാതൊരു അർത്ഥവും ഉണ്ടാകില്ല. മകനോട് പിതാവ് ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ പറയുകയാണ്, വീണ്ടും ഉപദേശിക്കുകയാണ്, മകനെ, ആരെങ്കിലും എന്തെങ്കിലും കാര്യവുമായി നിന്നെ ഉപദേശിക്കാൻ വന്നാൽ, നിന്നോട് നന്മയുടെ വാക്കുകൾ പറയാൻ വന്നാൽ നീ മുഖം തിരിഞ്ഞു പോകരുത്. നിന്റെ മുഖത്തെ നീ തിരിച്ചു കളയരുത്. ഏതെങ്കിലും ഒരു മാന്യൻ, ഏതെങ്കിലും ഒരു നീതിമാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിതാവ്, അല്ലെങ്കിൽ ഒരു ഉമ്മ, അല്ലെങ്കിൽ ഒരു അമ്മ നിന്നെ കൈക്ക് പിടിക്കാൻ വന്നാൽ, നിന്നെ സത്യത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വന്നാൽ നീ മുഖം തിരിഞ്ഞ് മാറിപ്പോകരുത്. ജനങ്ങളിൽ നിന്നും നിന്റെ മുഖത്തെ നീ തിരിച്ചു കളയരുത്. ഭൂമിയിൽ നീ അഹങ്കാരത്തോടു കൂടി നടക്കുന്നവനാകരുത്. ദുരഭിമാനിയായ, അന്തസ് നടിക്കുന്ന, അല്ലെങ്കിൽ ഗർവ് നടിക്കുന്ന ഓരോരുത്തരെയും അല്ലാഹു ഇഷ്ടപ്പെടാത്തവനാണ്. അല്ലാഹു അതിനെ തീരെ അംഗീകരിച്ചു കൊടുക്കാത്തവനാണ്. നിന്റെ നടത്തം വളരെ മാന്യമായ നിലയിലായിരിക്കണം, മധ്യമായ നിലയിലായിരിക്കണം. നിന്റെ ശബ്ദത്തെ നീ കുറഞ്ഞ ശബ്ദത്തിൽ, എളിയ ശബ്ദത്തിൽ, ചെറിയ ശബ്ദത്തിൽ നീ സംസാരിക്കുന്നവനാകണം. ലോകത്ത് വെറുപ്പുള്ള, ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം അത് കഴുതകളുടെ ശബ്ദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാനസികമായ മൃഗീയ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന സാഹചര്യം അത് വളരെ അപകടകരമായതാണ്. ഒരു പിതാവ് മകനോട് ചെയ്ത ഉപദേശങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ അതിന്റെ പേരിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ കേട്ടവരാണല്ലോ. ഈ പറയുന്ന ഉപദേശങ്ങൾ ഉൾക്കൊണ്ടാൻ ഞാൻ നിങ്ങൾ തയ്യാറാകാത്ത പക്ഷം ഇന്നത്തെ സാമൂഹികമായ ചുറ്റുപാടിനേക്കാൾ ഗുരുതരമായ, അപകടകരമായ ഒരു സാമൂഹിക ചുറ്റുപാടിനെ നേരിൽ കാണേണ്ടി വരുന്ന സ്വന്തം മകൻ തന്റെ പിതാവിനെ, തന്റെ മാതാവിനെ, സ്വന്തം സഹോദരൻ തന്റെ സഹോദരിയെ തന്റെ വികാരപൂർത്തീകരണത്തിന് വിധേയമാക്കപ്പെടുന്ന നീചമായ അവസരമുണ്ടായിട്ട് പോലും ഈ വിഷയത്തെ പറ്റി ചിന്തിക്കാൻ സമുദായവും നേതാക്കന്മാരും സമൂഹവും തയ്യാറാകുന്നില്ല എങ്കിൽ വഴി അപകടകരമാണ്, ആപൽകരമാണ്, ഗുരുതരമാണ്, അനീതിയാണ്. ലോകം ഇരുളടയുകയാണ്. ലോകത്തിന്റെ പ്രകാശകിരണങ്ങളെല്ലാം അക്രമത്തിന്റെയും അനീതിയുടെയും മണ്ണുകൾ കൊണ്ട് മൂടപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, ഈമാനുള്ളവരുടെ ബാധ്യതയാണ്, രക്ഷകർത്താക്കളാകുന്ന പിതാക്കന്മാരുടെ ബാധ്യതയാണ്, ഉമ്മമാരുടെ ബാധ്യതയാണ്. ഒരു പിതാവിന്റെയും മകന്റെയും സംസാരം ഖുർആനിലൂടെ അറിയിച്ചു തന്നുകൊണ്ട് എന്നോടും നിങ്ങളോടും ഖുർആൻ സംസാരിക്കുന്നു. ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് വിശദീകരിക്കാനാണെങ്കിൽ തന്നെ മാസങ്ങളോളം വിശദീകരിക്കേണ്ടതാണ്. അർത്ഥം മാത്രം ഞാൻ പറഞ്ഞതാണ്. പരിമിതമായ ഈ സമയത്ത് ദീനിന്റെ നസീഹത്ത് നൽകണം.
എന്തെങ്കിലും 1 മണിക്കൂർ സമയം ഉപദേശം നൽകണമെന്ന മശൂറയിലെ തീരുമാനം അത് ഈ പറഞ്ഞ ആയത്തുകളുടെ അർത്ഥം മാത്രം പറഞ്ഞു. വിശദീകരണം നിങ്ങൾ ഓരോരുത്തരും ഉലമാക്കളുണ്ട്, അതേ പ്രകാരം പണ്ഡിതന്മാരുണ്ട്, അവരെ സമീപിക്കും. എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? ഞാൻ ഈ പറഞ്ഞ സാമുദായിക ചുറ്റുപാടുമായി, സാംസ്കാരിക ചുറ്റുപാടുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ആരോടും ചോദിച്ചു നോക്കിക്കൊള്ളി. വിലയിരുത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.